ചന്ദ്രമതിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സച്ചി ചോദിക്കുകയാണ്, ഒരു വാക്ക് ചോദിച്ചോ നിങ്ങൾ? ഒരു തുള്ളി വെള്ളം വേണമെന്ന് ചോദിച്ചോ? നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ? അപ്പോൾ സുധി, എടാ നിർത്ത്, നിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിലേ വല്ല ആശുപത്രിക്കും കൊണ്ടുപോ. നിൻ്റെ ഭാര്യയുടെ വേലക്കാരൊന്നുമല്ല ഞങ്ങൾ. അത് കേട്ടപ്പോൾ സച്ചി പറയാണ്, എടാ സോഡ കുപ്പി, നിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ പറ്റിക്കും, നീ ഇങ്ങനെ പറയടാ. അപ്പോൾ ചന്ദ്രമതിയുടെ മോതിക്ക് സുധി ഒന്ന് നോക്കുമ്പോൾ ചന്ദ്രമതി പറയണം, എടാ നിർത്ത്, നിൻ്റെ ആട്ടം നിർത്ത്. ആട്ടം നിർത്തിയില്ലേ നിങ്ങൾ എന്ത് ചെയ്യും? ഈ സച്ചിക്ക് തോന്നി ഞാൻ ആടും, പറയാനുള്ള കാര്യം മോത്തോക്കി പറയും. ഇത് സച്ചി പറയാണ്, ആട്ടെ ഈ ഭക്ഷണം ഉണ്ടാക്കിയത് നിങ്ങളാണോ? അപ്പോൾ ചന്ദ്രമതി, അപ്പോൾ നിങ്ങളല്ല ഉണ്ടാക്കിയത്, നീയാണോ ഉണ്ടാക്കിയത്? സുധി, അല്ല. അപ്പോൾ നിങ്ങളാരും അല്ല ഉണ്ടാക്കിയത്. ആ ഭക്ഷണം ഉണ്ടാക്കാനും രേവതി വേണം. കുറച്ചെങ്കിലും നാണോ മാനോ എന്തെങ്കിലും ഉണ്ടോ? അവളുണ്ടാക്കിയ ഭക്ഷണം 3 നേരം വെട്ടി വിഴുങ്ങണ്ടല്ലോ. അവൾക്ക് വയ്യെങ്കിൽ ഒന്ന് ചോദിക്കാൻ, ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഒരാളില്ല അവിടെ. നാണോ മാനില്ലാത്ത ആളുകൾ. നീ ഒരു പെണ്ണല്ലേ, ഒരു തുള്ളി വെള്ളം വേണമെന്നെങ്കിലും ചോദിച്ചോ? അപ്പോൾ ശ്രുതി ആകെ നാണം കെട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. എന്നിട്ട് സച്ചി എന്താ ആ ജഗ്ഗ് എടുത്തിട്ട് അങ്ങോട്ട് നേരെ റൂമിലേക്ക് പോവാണ്. രേവതി എടുത്ത് പറയാണ്, രേവതി നീ ഇവിടെ ഇരിക്കി, ഞാൻ നിനക്ക് കഷായം ഉണ്ടാക്കിക്കൊണ്ടിരാം. അയ്യോ കഷായം വേണ്ട, നീ ഇവിടെ ഇരിക്കും രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചി അടുക്കള ഇവിടെ കഷായം ഉണ്ടാക്കണം. പക്ഷേ രേവതിയുടെ മനസ്സ് കേൾക്കുന്നില്ല. രേവതി അവിടെ പോയി എത്തിച്ച് നോക്കുകയാണ്. അപ്പോൾ സച്ചി പറയും, എന്തിനാ രേവതി വയ്യെങ്കിൽ ഇങ്ങോട്ട് വന്നത്? നീ അങ്ങോട്ട് പോ, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് രേവതിനെ ഓടിച്ചു വിടുകയാണ്. രേവതി അവിടെ പോയിരിക്കുന്നു. സച്ചി കണ്ട് കഷായമൊക്കെ ഉണ്ടാക്കിയിട്ട് രേവതിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. രേവതി അത് കുടിച്ച വശം തന്നെ രേവതി ഛർദ്ദിക്കാൻ വരികയാണ്. എന്ത് പറ്റി രേവതി, എന്താ പറ്റി? രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഛർദ്ദിക്കാൻ വരികയാണ്. ഓ ഞാൻ ആ കാര്യം മറന്നു രേവതി, ഞാൻ ഇപ്പോൾ ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണ് കേട്ടോ ഭക്ഷണം എടുക്കാൻ. അപ്പോൾ അവിടെ നല്ല തീറ്റയാണ്. സച്ചി അവരൊന്നും മെയിൻ ചെയ്തില്ല. സച്ചി നേരെ വന്നിട്ട് ചോറൊക്കെ എടുത്ത് സാമ്പാർ വെച്ച് ഒരു പപ്പടം എടുത്തിട്ട് വേഗം കോണിപ്പടി കയറി അങ്ങോട്ട് പോവുക. നീ ഇവിടെ ഇരിക്കേ. അപ്പോൾ രേവതി, ഞാൻ കൈ കഴുകിയിട്ട് വരാം. നീ കൈ കഴുകൊന്നും വേണ്ട, ഞാൻ നിനക്ക് കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഓരോ പിടി കൂട്ടിയിട്ട് രേവതിക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് കഴിക്കുകയാണ്. നീ എന്തിനാ രേവതി സങ്കടപ്പെടുന്നു? ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ വരാമെന്നുകൊണ്ട് എണീക്കാൻ നിൽക്കുമ്പോൾ രേവതി സച്ചിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് സച്ചിനെ പെട്ടെന്ന് ഹഗ് ചെയ്യാണ്. ഹഗ് ചെയ്താൽ തന്നെ സച്ചി വല്ലാതായി പോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രേവതിയുടെ ഉള്ളിൽ സച്ചിയുടെ സ്നേഹം അതാണ് ആ ഹഗ്ഗിലുള്ളത്. അത് പറഞ്ഞ് നമുക്കറിയില്ല. ഇന്നത്തെ എപ്പിസോഡ് കാണണം നിങ്ങൾ, അത്രയും നല്ലൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. അപ്പോൾ സച്ചിനെ ഹഗ് ചെയ്യുമ്പോൾ സച്ചിയും ഒന്ന് ഹഗ് ചെയ്യാണ്. പിന്നെ അവർ കട്ടിൽ കിടക്കണം. പിന്നെ പിറ്റേ ദിവസം കാണിക്കണം, അവർ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്കറിയാലോ നമ്മുടെ സച്ചി രേവതിയുടെ നെറ്റിയിൽ ഉമ്മയെ കൊടുത്ത് ആ സ്നേഹത്തോടു കൂടെയുള്ള അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ രേവതി എണീക്കുകയാണ്, കട്ടിലിൽ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ രേവതിയുടെ സാരി ഒന്ന് കൊളുത്തി പിടിക്കുകയാണ്. അപ്പോൾ രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ രേവതി തിരിഞ്ഞു നോക്കിയില്ല. രേവതിയുടെ വിചാരം എന്താ വെച്ചാൽ സച്ചി സാരി ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെന്നുള്ളൊരു ധാരണയാണ്. പുള്ളിക്കാരി തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. സച്ചി അല്ല പിടിച്ചിരിക്കുന്നത്, സച്ചിയുടെ വയറിൻ്റെ അടിയിൽ സാരി കുടുങ്ങിയിരിക്കണം. അതുകൊണ്ട് രേവതി ആ സാരി വലിക്കാൻ നോക്കുമ്പോൾ പറ്റില്ല പുള്ളിക്കാരിക്ക്. ഉറക്കം അങ്ങോട്ട് വലിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് വീഴുകയാണ്. വീണിട്ട് വീണ്ടും രേവതിയെ സാരിയൊക്കെ വലിച്ചു മാറ്റി നേരെ അലമാരയിൽ നിന്ന് തുണിയൊക്കെ എടുത്ത് പുള്ളിക്കാരി കുളിക്കാൻ പോകണം. അങ്ങനെ കുളിക്കലൊക്കെ കഴിഞ്ഞ് നേരെ വിളക്ക് എത്തിക്കാൻ വേണ്ടി പോണ സമയത്ത് ചന്ദ്രമതി ഇത് കാണുകയാണ്. ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് കറുത്ത് വല്ല ഉദിച്ചിങ്ങനെ വരികയാണ്. എന്തായാലും നിൻ്റെ മുഖത്തൊരു സന്തോഷം? ഒന്നുമില്ല അമ്മേ. നിൻ്റെ പനി വയ്യൊക്കെ മാറിയോ? എനിക്കിപ്പോൾ പനിയൊന്നുമില്ല. അപ്പോൾ ഇന്നലെ വരെ പനി ഉണ്ടായിരുന്ന ആൾ ഇപ്പം എന്താ പനിയില്ല എന്ന് പറയണത്? നീ എന്ത് ചെയ്യാനാ പോണ്? ഞാൻ വിളക്കെത്തിക്കാനാ. വിളക്കെത്തിക്കാനാ? നീ വിളക്കെത്തിക്കണ്ട, നിനക്ക് വിളക്കെത്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അമ്മ എനിക്കൊരു കുഴപ്പമില്ല, ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് എനിക്ക് ചെയ്യാം. അമ്മ ഉദ്ദേശമൊക്കെ ആയിരിക്കും മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇതായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ രേവതി വീണ്ടും വിളക്കെത്തിക്കാൻ പോകുമ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങോട്ട് പറ്റില്ല. കാരണം രേവതിയുടെ മനസ്സിലാ സന്തോഷമുണ്ട്. എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ തപ്പി പിടിച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റുക, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു എന്ന് മുഖത്തേക്ക് തള്ളടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രേവതി ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. അപ്പോഴും ചന്ദ്രമതി പറയുന്നുണ്ട്, നീ കത്തിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കർശനമാക്കുമ്പോൾ രേവതി, അതെന്താമ്മേ അരിക്കളത്തിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ എന്താ വിളക്ക് കത്തിക്കാനും പാടില്ലേ? നീ വിളക്ക് കത്തിക്കണ്ട, നീ ഈ കുടുംബത്തിൽ നീ ഇനി വിളക്ക് കത്തിക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തനോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ പ്രചോദനമാണ് നമുക്ക് വീഡിയോ ചെയ്യാനൊരു ഇത് കിട്ടുക. അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്യുക.